Hi friends, Assalamu alaikum. Bismi channellotte എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി 4 മണി പലഹാരമാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഞാൻ 4 ബ്രെഡ് ആണ് എടുത്തിട്ടുള്ളത്. ഈ ബ്രെഡ് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ബ്രെഡിൻ്റെ സൈഡൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ തന്നെ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ആദ്യം ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി കേട്ടോ, കൂടുതൽ വേണ്ട. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. ഇനി ഞാൻ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഞാൻ 1 ടീസ്പൂൺ നിറച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എരിവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളത് വെള്ളമാണ്. ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നോക്കാം, നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരല്പം കൂടി അരയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നപ്പോൾ ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് ഈ രീതിയിൽ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിത് അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അളവ് കുറവുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഒരല്പം ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ അരച്ചെടുക്കണം കേട്ടോ. ഇനി ഇത് നമുക്ക് ഇതേപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. കേട്ടോ, മാവ് വീഴുമ്പോൾ ഈ ഒരു രീതി ആയിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രെഡ് അരച്ചത് ഇതേ മുഴുവനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. സാധാരണ നമ്മൾ പത്തിരി നൂലപ്പൊക്കെ ഉണ്ടാക്കുന്ന പൊടിയാണ് എടുത്തിട്ടുള്ളത്. ആ പൊടിയാണ് എടുക്കേണ്ടത്. ആ പൊടി 250 ml കപ്പിൽ 1 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. പൊടി ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകളൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകമാണ്. 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ല ജീരകം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതേ അളവിൽ തന്നെ 1 ടീസ്പൂൺ കറുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർക്കാം. നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇങ്ങനെ കുഴയ്ക്കുന്ന സമയത്ത് ഒരുപാട് ലൂസായി പോവുകയാണെങ്കിൽ നമുക്കതനുസരിച്ചിട്ട് അരിപ്പൊടി ചേർത്തിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. വെള്ളമൊന്നും ചേർക്കേണ്ടി വരില്ല. നമ്മൾ ഈ ബ്രെഡിൽ ചേർത്ത വെള്ളം മാത്രം മതിയാകും. അപ്പോൾ എനിക്ക് ഈ 4 ബ്രെഡിലേക്ക് നമ്മൾ ചേർത്ത ഈ 1/4 കപ്പ് വെള്ളവും അതുപോലെ തന്നെ പ്ലസ് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വെള്ളവും മതിയാകും ഈ മാവ് നമുക്കിങ്ങനെ കുഴച്ചെടുക്കാനായിട്ട്. 1 കപ്പ് അരിപ്പൊടി 250 ml കപ്പിൽ 1 കപ്പ് അരിപ്പൊടി നമുക്ക് അത്രയും വെള്ളത്തിൽ ബ്രെഡ് അരച്ചെടുത്തപ്പോൾ തന്നെ ആ ഒരു നനവിൽ മതിയാകും കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്രയും മതിയായി. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ബ്രെഡിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വെള്ളത്തിന് ഒരല്പം വ്യത്യാസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് സ്മൂത്താക്കി എടുക്കാം.
ഇതാ ഇപ്പോൾ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരല്പം ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വരുന്ന ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കൊന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അതെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കുഴയ്ക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഹാർഡായിട്ട് തോന്നും, കുഴപ്പമില്ല. നമ്മളിത് കുഴച്ച് വരുന്ന സമയത്തും അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ ഓയിൽ ചേർത്ത് കുഴയ്ക്കുന്ന സമയത്ത് നമുക്കിത് നല്ല സോഫ്റ്റായിട്ട് കിട്ടിക്കോളും കേട്ടോ. അപ്പോൾ ഇത്രയും മതിയാകും. ഇനി നമ്മളിത് എന്താ പറയുക, പക്കോടൊക്കെ ഉണ്ടാക്കൂലേ, ആ പക്കവടയുടെ ആ ഒരു അച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഇതേപോലെ സേവനാഴിയിൽ പിഴിഞ്ഞിട്ടാണ് ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് മുറുക്കിൻ്റെ അച്ച് മതി എങ്കിൽ മുറുക്കിൻ്റെ അച്ചിട്ട് കൊടുക്കാം. നമുക്കിതിൽ ഏത് ഷേപ്പിൽ വേണം ആ ഷേപ്പിലുള്ള അച്ചുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ സാധാരണ നമ്മൾ പക്കോട ഉണ്ടാക്കുന്ന ആ ഒരു അച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ കയ്യിലൊരല്പം വെള്ളമാക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള വലുപ്പത്തിലെടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ഞാനൊരു ചീനിച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഇതേപോലെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചൂടാകുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം ഒന്ന് താത്തി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ അച്ചൊന്ന് മാറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അച്ച അത് ഞാൻ 2-3 എണ്ണം ഉള്ളതല്ലേ ഇട്ടുന്നത്, അത് ഞാൻ മാറ്റിയിട്ട് ഒരൊറ്റ ഇതായിട്ടുള്ളത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ നമുക്കിതിന് ഇതിലേക്ക് പിഴിഞ്ഞെടുക്കാം. അച്ച ഞാൻ മാറ്റിയിട്ടത് മറ്റേ അച്ചിൽ നിന്ന് പുറത്ത് വരുന്നില്ല കേട്ടോ. അതിൻ്റെ ഓട്ട എന്താണെന്നാവോ, തീരെ ഇല്ലല്ലോ, കണ്ടോ, അത്ര തീരെ ഇത് ഓട്ടമില്ല. അതുകൊണ്ടാണ് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നതല്ല, മുറിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ നോക്കാം, ആദ്യം ഇട്ടത് നമുക്കിവിടെ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ. ഇപ്പം ബ്രെഡും അതുപോലെ തന്നെ ഒരു കപ്പ് അരിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന 4 മണിക്ക് ചായക്കൊപ്പം, ചൂട് ചായക്കൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ പക്കോട നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, ഒരുപാട് പണിയൊന്നുമില്ല, പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തും. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ വരുന്നവർ എല്ലാവർക്കും നന്ദി, നമസ്കാരം.